ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ജൂനിയർ കെമിസ്ട്രി എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിൽ നടന്ന ഒരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക, നമ്മുടെ ഗ്രൂപ്പ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ബിലോങ്സ് ടു C2V പോയിന്റ് ഗ്രൂപ്പ്? അപ്പോൾ ഇവിടെ 4 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. SO2Cl2, CHCl3, N2O4, B2H6. അപ്പോൾ ഇതിൽ ഏത് മോളിക്യൂളിനാണ് നമ്മുടെ C2V പോയിന്റ് ഗ്രൂപ്പ് പൊസസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, C2V പോയിന്റ് ഗ്രൂപ്പ് പൊസസ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 മോളിക്യൂൾസിൻ്റെ SO2Cl2 ആൻഡ് CHCl3, N2O2, B2H5, 4 മോളിക്യൂൾസ്, B2H6, 4 മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം ഇതിൽ ആരാണ് C2V പോയിന്റ് ഗ്രൂപ്പ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ SO2Cl2 മോളിക്യൂളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ SO2Cl2 മോളിക്യൂളിൽ നമ്മൾ C2 റൊട്ടേഷൻ ആദ്യം ഒന്ന് ക്യാരിഡ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, C2 റൊട്ടേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ C2 റൊട്ടേഷൻ നമ്മൾ ഇതിലേക്ക് കൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ C2 നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഞാൻ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോറിന് 2, ഈ ക്ലോറിന് 3, ആൻഡ് ഈ ഓക്സിജന് 5, ഈ ഓക്സിജന് 4 എന്നുമാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു C2 ആക്സിസ്, ഇതുവഴി ഒരു C2 ആക്സിസ് കൺസിഡർ ചെയ്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിക്കേ. ഈ Cl3 എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. Cl2 റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു അല്ലേ. ഈ Cl2 താണ്ട് ഇങ്ങോട്ട് വന്നു, Cl3 ഇപ്പുറത്തോട്ട് വന്നു അല്ലേ. അതുപോലെ തന്നെ നോക്കിക്കേ, ഈ O5 റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്തോട്ട് പോകും, O4 റൊട്ടേറ്റ് ചെയ്ത് ഈ സൈഡിലോട്ട് വരും അല്ലേ. ജസ്റ്റ് നമ്മൾ C2 ആക്സിസിൽ ഇതുവഴി ഒരു ആക്സിസ് കൺസിഡർ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു, ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നവർ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ടും വരുന്നു അല്ലേ. ഓപ്പോസിറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ C2 ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവരുടെ ക്ലോറിൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ ഓക്സിജനും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അവരുടെ പൊസിഷൻസ് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു സിഗ്മ വി ഒരു മിറർ പ്ലെയിൻ, വെർട്ടിക്കൽ മിറർ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും നോക്കിക്കേ. നമ്മൾ ഇതിലേക്കൂടി ഒരു മിറർ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. മിറർ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ക്ലോറിൻ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഈ ക്ലോറിൻ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് Cl2 ഇപ്പുറത്തോട്ട് പോകും, Cl3 അപ്പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, വേണ്ടേ? അതുപോലെ തന്നെ ഈ O5 അപ്പം നമ്മളിവിടെ മിറർ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻ പ്ലെയിനിൽ കിടക്കുന്നവരും ഇത് ഒരാൾ എന്ത് ചെയ്യുക? ഡാഷായിട്ടും ഒരാൾ വെഡ്ജായിട്ടും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്കിടയിലൂടെയാണ് നമ്മൾ പ്ലെയിൻ വെക്കുന്നത്. അപ്പോൾ ഇതിലൂടെ കട്ട് ചെയ്ത് പോവും. ഇവരുടെ പൊസിഷൻസ് എന്ത് ചെയ്യുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് ഈ റൊട്ടേഷൻ ആൻഡ് റിഫ്ലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് മോളിക്യൂളിൻ്റെ കിട്ടിയിട്ടുള്ള സിമിട്രി എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ മോളിക്യൂളിന് സിമിലർ ആയിട്ടുള്ള, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സിമിട്രി തന്നെയല്ലേ നമ്മൾ ഈ റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ അവിടെ ചെയ്ത സമയത്ത് കിട്ടിയത്. അപ്പോൾ C2 റൊട്ടേഷൻ ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C2 ആക്സിസ് ആയിരുന്നു. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C2 റൊട്ടേഷൻ ചെയ്ത സമയത്ത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സിമിട്രി കിട്ടി. അതുപോലെ തന്നെ സിഗ്മ വി പ്ലെയിന് നമുക്കിവിടെ കൺസിഡർ, ഒരു വെർട്ടിക്കൽ പ്ലെയിന് നമുക്കിവിടെ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിനും നമുക്കിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ C2ഉം സിഗ്മ ബിയും പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് SO2Cl2ൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? അവരുടെ പോയിന്റ് ഗ്രൂപ്പ് C2ഉം സിഗ്മ ബിയും പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ C2V പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ മോളിക്യൂള് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിരുന്നതും അത് തന്നെയല്ലേ, C2V പോയിന്റ് ഗ്രൂപ്പ് പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണെന്നല്ലേ ചോദിച്ചത്. സോ ഓപ്ഷൻ എ SO2Cl2 എന്ന് പറയുന്ന മോളിക്യൂള് C2V പോയിന്റ് ഗ്രൂപ്പ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഓർ ക്വാണ്ടം സ്റ്റേറ്റ്സ് പോസിബിൾ ഫോർ കാർബൺ. കാർബണിൻ്റെ കേസിൽ പോസിബിൾ ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓർ മൈക്രോസ്റ്റേറ്റ്സ് എത്ര എണ്ണമാണ് കാർബൺ പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 24 ഉണ്ട്, 20 ഉണ്ട്, 15 ഉണ്ട്, 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയാണ് കാർബൺ പ്രോസസ്സ് ചെയ്യുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഓർ ക്വാണ്ടം സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ കേസിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. അറ്റോമിക് നമ്പർ 6 ആണല്ലോ. അപ്പോൾ കോൺഫിഗറേഷൻ 1s2, 2s2, 2p,
2 എന്നാണ് വരുന്നത് അല്ലേ. അപ്പം പി ഓർബിറ്റൽസിനകത്ത് നമുക്ക് എത്ര ഇലക്ട്രോൺസിനെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? 2 ഇലക്ട്രോൺസിനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റൽ. അതിനെ നമ്മൾ n എന്ന് കൺസിഡർ ചെയ്യുന്നു. അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ, അതിനെ നമ്മൾ r എന്ന് കൺസിഡർ ചെയ്യാണ്. അതായത് ഇപ്പം ഞാൻ പി ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അവിടുത്തെ n-ന്റെ വാല്യൂ എന്തായിരിക്കും? 6 ആയിരിക്കും. അതായത് പി ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആയിരിക്കും. ഇനി നമ്മൾ ഡി ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യുന്നെങ്കിലോ n-ന്റെ വാല്യൂ എന്ത് വരും? 10. കാരണം ഡി ഓർബിറ്റൽസിൽ മാക്സിമം 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇനിയിപ്പം എഫ് ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യുന്നെങ്കിലോ n-ന്റെ വാല്യൂ എന്ത് വരും? 14. എഫ് ഓർബിറ്റലിൽ മാക്സിമം 14 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഓരോ ഓർബിറ്റൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ n-ന്റെ വാല്യൂ വേരി ചെയ്ത് വരുന്നത്. ഇനി ഈ r എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് പ്രസന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് ആ പർട്ടിക്കുലർ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ട് അതാണ് r വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാർബണിന്റെ കേസിൽ നോക്കിക്കേ, നമുക്ക് പറയാം n-ന്റെ വാല്യൂ എത്രയാണ്? പി ഓർബിറ്റലിലാണ് നമ്മൾ അവസാനം ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തത്. പി ഓർബിറ്റലിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 6 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി r-ന്റെ വാല്യൂ എന്തെടുക്കാം? r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ആ ഓർബിറ്റൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് അല്ലേ. അപ്പം നമുക്കിവിടെ r-ന്റെ വാല്യൂ 2ഉം എടുക്കാം. ഓക്കെ, അപ്പോൾ n-ന്റെ വാല്യൂ 6 കിട്ടി, r-ന്റെ വാല്യൂ നമുക്ക് 2ഉം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് വരാം. അപ്പോൾ r-ഉം n-ഉം എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ്. നോക്കിക്കേ, n ഫാക്ടോറിയൽ ബൈ n minus r factorial into r factorial. Okay, n factorial by n minus r factorial into r factorial. അപ്പോൾ ഇവിടെ കാർബണിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കേ, കാർബണിന്റെ കേസിൽ n-ന്റെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു. എത്രയാ? n-ന്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി, r-ന്റെ വാല്യൂ നമുക്ക് 2 എന്നും കിട്ടി അല്ലേ. അപ്പം നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. n ഫാക്ടോറിയലിന് പകരം എന്ത് കൊടുക്കാം? 6 ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയലിന് എന്ത് കൊടുക്കാം? 6 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയലിന് എന്ത് കൊടുക്കാം? 2 ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ബൈ 6 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ അല്ലേ. അപ്പം 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ത് വരും? 1 ഇൻറ്റു 2. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ളവരെ ക്യാൻസൽ ചെയ്യാം. 1 2 3 4 1 2 3 4. ഓക്കെ, ഇനി 2ഉം ഈ 6 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പം ബാക്കി എന്തുണ്ട്? 5 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി അല്ലേ. 5 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. സോ ഇവിടുത്തെ കാർബണിൻ്റെ കേസിൽ നമ്മുടെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, നമുക്ക് മാംഗനീസിൻ്റെ കേസിൽ പോസിബിൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ മാംഗനീസിൻ്റെ കേസിൽ നമുക്കറിയാം എന്താ, ഇത് ഡി ബ്ലോക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ. മാംഗനീസ് ആകുമ്പോൾ അറ്റോമിക് നമ്പർ 25 ആണ് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 3d5 4s2 എന്ന് വരും അല്ലേ. 3d5 4s2 എന്നാണ് മാംഗനീസിൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇനി നോക്കിക്കേ, മാംഗനീസിൻ്റെ കേസിൽ നമുക്ക് മൈക്രോ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡി ഓർബിറ്റൽസിനകത്തോട്ട് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. 1 2 3 4 5 5 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി എന്ത് വേണം? n-ഉം r-ഉം കണ്ടുപിടിക്കണം. n എത്രയാണ് നോക്കിക്കേ, ഇത് ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റൽ ആകുമ്പോൾ പരമാവധി ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസുകളുടെ എണ്ണം എത്രയാണ്? 10 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അതുപോലെ r എന്ന് പറഞ്ഞാൽ ഗിവൺ കണ്ടീഷനിൽ എത്ര ഇലക്ട്രോൺസ് ഇപ്പം ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്? എത്രയുണ്ട്? 5. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 ഫാക്ടോറിയൽ. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 മൈനസ് 5 ഫാക്ടോറിയൽ. അത് എത്രയാണ്? 5 തന്നെയാണ്. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു
4 into 5 into r factorial. r factorial എന്ന് പറയുന്നത് എത്രയാ? 5 factorial. That is 1 into 2 into 3 into 4 into 5. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ളവരെ ക്യാൻസൽ ചെയ്യാമല്ലോ. 1 into 1 to 5 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഈ 5നെയും 10നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 2 എന്ന് കിട്ടി. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ദെൻ 3നെയും 9നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 എന്ന് കിട്ടി. ദെൻ 4നെയും 8നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ ബാക്കി എന്തൊക്കെയുണ്ട്? 6 into 7 into 2 into 3. 36 into 7. 252 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എഫ് ഓർബിറ്റൽ ആയിരുന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് എന്ത് വന്നേനെ? എന്നിൻ്റെ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 14 എന്ന് വന്നേനെ. അപ്പോൾ ഓരോന്ന് മാറുന്നതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ എന്നിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജനറൽ ഇക്വേഷൻ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ, ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. സോ ഇവിടെ 15 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. Which of the following types of spectroscopy is a light scattering technique? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ 4 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇതിൽ ലൈറ്റ് സ്കാറ്ററിംഗ് സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലൈറ്റ് സ്കാറ്ററിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട 4-5 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഉണ്ടല്ലോ. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി, മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി, ESR സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ രാമൻ സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെ കുറച്ചധികം സ്പെക്ട്രോസ്കോപ്പിക്ക് ടെക്നിക്സുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രി ആൻഡ് PG ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് മാത്രം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. ആദ്യം നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ തന്നെ വേറെ പേരാണ് എന്ത്? മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി കേട്ടോ. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓർ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അവരുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിക്കേ. ദ മോളിക്കുലാർ സ്പെക്ട്ര റിസൾട്ടിംഗ് ഫ്രം ദി ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഓഫ് ദി ഗേഷ്യസ് മോളിക്യൂൾ ഓൺ ദി അബ്സോർപ്ഷൻ ഓഫ് മൈക്രോവേവ് റേഡിയേഷൻസ് ആർ കോൾഡ് റൊട്ടേഷണൽ സ്പെക്ട്ര ഓർ മൈക്രോവേവ് സ്പെക്ട്ര. അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുക? അതാണ് ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചേക്കേണ്ടത്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോവേവ് റേഡിയേഷൻസിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോവേവ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻസ് ആണ് ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഈസ് ഓൾസോ കോൾഡ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ബിക്കോസ് ദ റേഡിയേഷൻസ് യൂസ്ഡ് ഇൻ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഈസ് മൈക്രോവേവ് റേഡിയേഷൻസ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുക. ദ എസെൻഷ്യൽ റിക്വയർമെന്റ് ഈസ് ദാറ്റ് ദ മോളിക്യൂൾസ് must have a permanent dipole moment. അത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോക്കി വെച്ചേക്കുക. എന്താണ്? ഒരു മോളിക്യൂള് റൊട്ടേഷണലി ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ അവർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻ എന്താണ്? യെസ്, ദ മോളിക്യൂൾ ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. മോളിക്യൂളിന് എന്തുണ്ടായിരിക്കണം? ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം HCl മോളിക്യൂൾ അല്ലെങ്കിൽ CO അല്ലെങ്കിൽ NO മോളിക്യൂൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിനെല്ലാം പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഇല്ലേ? പക്ഷേ CO2-നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള HCl ആയിക്കോട്ടെ, NO ആയിക്കോട്ടെ, CO ആയിക്കോട്ടെ, ഈ മോളിക്യൂൾസിനെല്ലാം ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ അവർക്കെല്ലാം നമുക്ക് എന്ത് പറയാം? അതെ, റൊട്ടേഷണൽ ആക്റ്റീവ് അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ട് ഈ 3 പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ റൊട്ടേഷണലി ആക്റ്റീവ് ആവണം അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് എന്ന് പറയണമെങ്കിൽ അവർ ഫോളോ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. മോളിക്യൂളിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സാമ്പിൾസും കൂടെ നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് H2Cl2 ആൻഡ് ലീനിയർ മോളിക്യൂൾസ് ലൈക്ക് CO2 ഡു നോട്ട് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഡു നോട്ട് ഷോ മൈക്രോവേവ് സ്പെക്ട്ര. അപ്പോൾ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ആര്? ഹോമോ എറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടുള്ള H2 ആയിക്കോട്ടെ, O2 ആയിക്കോട്ടെ, N2 ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ലീനിയർ മോളിക്യൂൾസ് ആയിട്ടുള്ള CO2 കൺസിഡർ ചെയ്താൽ അവർക്കൊരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് അതുപോലെ തന്നെ CO2 പോലെയുള്ള ലീനിയർ മോളിക്യൂൾസ് ഒക്കെ
ജനറലി മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ റൊട്ടേഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത് ബേസിക് ലെവലിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ തന്നെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്? ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. എന്തുകൊണ്ടായിരിക്കും? വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെയാണ് എനർജി സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നും കൂടി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. The molecular spectra resulting from the transitions between the vibrational energy levels of a molecule on the absorption of infrared radiations are termed as infrared spectra or vibrational spectra. അപ്പോൾ vibrational spectroscopy യുടെ വേറെ പേരാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നത്? നമ്മളിവിടെ റേഡിയേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസിന്റെ ഡിഫറെൻറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽസിന്റെ ഇടയിലാണ് ട്രാൻസിഷൻസ് നടക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നത്. Then these spectra are shown by molecules when their vibrational motion is accompanied by a change in dipole moment of the molecule. ഇനി നമ്മൾ പറഞ്ഞു റൊട്ടേഷണലി ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആവണം, ഒരു മോളിക്യൂൾ മൈക്രോവേവ് ആക്റ്റീവോ റൊട്ടേഷണലി ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ മോളിക്യൂൾ ഷുഡ് പോസസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് വൈബ്രേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ IR ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ മോളിക്യൂൾസിന്റെ കേസിൽ എന്താണ്? ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. കേട്ടോ, എന്താണ് കണ്ടീഷൻ? ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഓഫ് എ മോളിക്യൂൾ. മോളിക്യൂൾസിൽ വൈബ്രേഷൻസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അവിടെ ഡൈപോൾ മൊമെന്റിൽ ഒരു ചേഞ്ച് സംഭവിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ദേ ആർ വൈബ്രേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ IR ആക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് രാമൻ സ്പെക്ട്ര. നോക്കിക്കേ, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് സ്പെക്ട്ര. അപ്പം ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ അബ്സോർപ്ഷൻ നമ്മുടെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിക്കോട്ടെ, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആയിക്കോട്ടെ, അവിടെ എല്ലാം എന്തായിരുന്നു? അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻസ് ഓർ ലൈറ്റ് ആയിരുന്നു അല്ലെ. അബ്സോർപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. പക്ഷേ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ മാത്രമാണ് എന്ത്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് അവിടുത്തെ ബേസിസ്, അവിടുത്തെ മേജർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹോൾ തിയറി എന്ന് പറയുന്നത് ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ബാക്കി എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവരും അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നതെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ മാത്രമേ ഉള്ളൂ എന്ത്? സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തിട്ട് നടക്കുന്നത്. സോ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കേണ്ടത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് സ്പെക്ട്ര. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. Then most of the scattered light have the same frequency as the incident beam. This is called the Rayleigh scattering, and a small fraction of the scattered light have higher or lower frequency than the incident light, which is called the Raman scattering. ഇനി നമ്മുടെ രാമൻ സ്കാറ്ററിങ്ങിനെ തന്നെ അല്ലെങ്കിൽ രാമൻ സ്പെക്ട്രയെ തന്നെ നമുക്ക് ഫർദർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? റെയ്ലി സ്കാറ്ററിംഗ് എന്നും രാമൻ സ്കാറ്ററിംഗ് എന്നും. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? സ്കാറ്റേർഡ് ലൈറ്റിനും ഇൻസിഡൻറ്റ് ബീമിനും സെയിം ഫ്രീക്വൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കാറ്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് റെയ്ലി സ്കാറ്ററിംഗ്. കേട്ടോ, ഇൻസിഡൻറ്റ് ബീമിൻ്റെ അതേ ഫ്രീക്വൻസിയിലാണ് സ്കാറ്റേർഡ് ലൈറ്റും ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള രാമൻ സ്കാറ്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് റെയ്ലി സ്കാറ്ററിംഗ്. എന്നാൽ നമ്മുടെ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എയ്തർ ലോവർ ഓർ ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ കാട്ടിൽ ഒന്നെങ്കിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആണ് സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? രാമൻ സ്കാറ്ററിംഗ്. കേട്ടോ, അപ്പം നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മുടെ സ്കാറ്റേർഡ് ലൈറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റെയ്ലി സ്കാറ്ററിംഗ് ആൻഡ് രാമൻ സ്കാറ്ററിംഗ്. റെയ്ലി സ്കാറ്ററിങ്ങിനകത്ത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ സ്കാറ്റേർഡ് ലൈറ്റിന് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ രാമൻ സ്കാറ്ററിങ്ങിനകത്ത് നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെക്കാട്ടിൽ കുറവോ കൂടുതലോ ആയിരിക്കും സ്കാറ്റേർഡ് ലൈറ്റിന് വരും. ഓക്കെ, അടുത്തത് ഇലക്ട്രോണിക് സ്പെക്ട്ര. എന്താണ്? ദ മോളിക്കുലർ സ്പെക്ട്ര റിസൾട്ടിംഗ് ഫ്രം ദി ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ എ മോളിക്യൂൾ ബൈ ദി അബ്സോർപ്ഷൻ ഓഫ് വിസിബിൾ ഓർ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്ര എന്ന് പറയുന്നത്? മോളിക്യൂൾസിനകത്തുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് അതെങ്ങനെയാണ്?
ഒന്നെങ്കിൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൻ്റെ അബ്സോർപ്ഷൻ്റെ ഫലമായിട്ട് മോളിക്യൂൾസിൽ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, ഓക്കെ, ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സ്പെക്ട്രയാണ് ഇലക്ട്രോണിക് സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് ഓർത്ത് വെച്ചേക്കുക. UV ഓർ വിസിബിൾ റേഡിയേഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് റേഡിയേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുക. As electronic transitions are accompanied by the vibrational and rotational transitions, the electronic spectra of the molecules are highly complex spectra. Then ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രാസും അതുപോലെ റൊട്ടേഷണൽ സ്പെക്ട്രാസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പെക്ട്ര ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്ര അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രാസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെക്ട്രാസ് ആയിരിക്കും. അടുത്തത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്ര അല്ലെങ്കിൽ NMR സ്പെക്ട്ര. ഓക്കെ, NMR സ്പെക്ട്ര അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്ര. നോക്കിക്കേ, ദ NMR സ്പെക്ട്ര ഒക്കേഴ്സ് ഇൻ ദി റേഡിയോ ഫ്രീക്വൻസി റീജിയൻ. ഓർത്ത് വെച്ചേക്കുക, NMR സ്പെക്ട്രോസ്കോപ്പി മെയിൻലി ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഏത് റേഡിയേഷൻസിലാണ്? റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസിലാണ്, അല്ലെങ്കിൽ റേഡിയോ വേവ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റീജിയനിലാണ് NMR സ്പെക്ട്രോസ്കോപ്പി ജനറലി ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഓക്കെ, ദെൻ ദീസ് സ്പെക്ട്ര റിസൾട്ടഡ് ഫ്രം ദി ട്രാൻസിഷൻസ് ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസ് ഓഫ് എ മോളിക്യൂൾ ഇൻ ആൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എന്താണ്, ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻസിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു NMR സ്പെക്ട്ര നമുക്ക് കിട്ടുക. ഡ്യൂ ടു ദി ട്രാൻസിഷൻസ് ഇൻഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസ്. കേട്ടോ, ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഓരോ മോളിക്യൂളിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള NMR സ്പെക്ട്രം നമുക്ക് കിട്ടുക. അടുത്തത് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഓർ ESR or EPR spectroscopy, electron paramagnetic resonance spectroscopy. But these arises from the transitions that induced between the electron spin energy levels of the molecule in an applied magnetic field. അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് അല്ലെങ്കിൽ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഇവിടെ എങ്ങനെയാണ് സ്പെക്ട്ര കിട്ടുന്നതെന്നാണ് പറഞ്ഞത്? ഡ്യൂ ടു ദി ഇൻഡ്യൂസ്ഡ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസ്. ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻസിന് ഫലമായിട്ടാണ് നമുക്ക് NMR സ്പെക്ട്ര കിട്ടുന്നതെന്ന് പറഞ്ഞു, അല്ലേ? എന്നാൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് അല്ലെങ്കിൽ ESR or EPR സ്പെക്ട്ര നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ സ്പിൻ എനർജി ലെവൽസ്, മറ്റേത് ന്യൂക്ലിയർ സ്പിൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന സ്പെക്ട്ര ആയിരുന്നു. ഇവിടെയോ ഇലക്ട്രോൺ സ്പിൻ എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻസിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയാണ് ESR അല്ലെങ്കിൽ EPR സ്പെക്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, these spectra are shown by systems containing unpaired electrons like free radicals. The paramagnetic molecules also shows ESR spectra and ESR spectra occurs in microwave region. ഈ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു മോളിക്യൂൾ ESR ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ദർ ഷുഡ് ബി ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. മോളിക്യൂളിനകത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആണ് എങ്കിൽ മാത്രമേ നമുക്കത് ESR ആക്റ്റീവ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫ്രീ റാഡിക്കൽസിലെല്ലാം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഓഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിട്ടുണ്ടല്ലോ. സോ നമുക്ക് പറയാം ഫ്രീ റാഡിക്കൽസ് എല്ലാം ജനറലി എന്താണ്? ഫ്രീ റാഡിക്കൽസ് എല്ലാം IR ആക്റ്റീവ് ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിക് മോളിക്യൂൾസിൻ്റെ കേസിൽ എന്തുണ്ട്? അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. സോ പാരാമാഗ്നറ്റിക് മോളിക്യൂൾസ് എന്താണെന്ന് പറയാം? IR ആക്റ്റീവ് നമ്മുടെ ESR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ESR റേഡിയേഷൻസ് എന്ന് പറയുന്നത് ജനറലി മൈക്രോവേവ് റേഡിയേഷൻസ് ആണ്, അല്ലെങ്കിൽ മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷൻസ് ആണ് നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പിയിൽ ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക ESR സ്പെക്ട്രോസ്കോപ്പിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൻ്റെയും കുറച്ച് ബേസിക് ലെവലിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മളൊന്ന് കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് വന്ന് എന്തായിരുന്നു ചോദ്യം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഈസ് എ ലൈറ്റ് സ്കാറ്ററിംഗ് ടെക്നിക്. നമ്മൾ പറഞ്ഞു ബാക്കി എല്ലാത്തിലും ലൈറ്റ് അബ്സോർപ്ഷൻ ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസിൻ്റെ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിലും ലൈറ്റ് സ്കാറ്ററിങ് ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്ന സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ്, അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ് ലൈറ്റ് സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ലൈറ്റ് അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ യൂസ്ഡ് ഇൻ ESR സ്പെക്ട്രോസ്കോപ്പി? നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പിയിൽ ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയാണ് നമ്മൾ ജനറലി റേഡിയേഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, റേഡിയേഷൻ സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണോ, മൈക്രോവേവ് റേഡിയേഷൻസ് ആണോ, റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണോ, എക്സ്റേസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം
ജസ്റ്റ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് പറഞ്ഞു പോയ വഴി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഏത് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മേജർ ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ജനറലി യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോവേവ് റേഡിയേഷൻസ് ആണ്. അതുപോലെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് IR റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് കേട്ടോ, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ അൾട്രാ വയലറ്റ് ആൻഡ് വിസിബിൾ റേഡിയേഷൻസിനെയാണ് റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ AAS അല്ലെങ്കിൽ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ അൾട്രാ വയലറ്റ് ആൻഡ് വിസിബിൾ റേഡിയേഷൻസിനെയാണ് റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പിയിലും UV വിസിബിൾ റേഡിയേഷൻസിനെ തന്നെയാണ് നമ്മൾ റേഡിയേഷൻ സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫോസ്ഫോറസെൻസ് സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ UV വിസിബിൾ റേഡിയേഷൻസിനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി ചോദിക്കുന്നതാണ്. മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ ഗാമ റേസിനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്റേ ഡിഫ്രാക്ഷനകത്ത് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? എക്സ്റേസിനെയാണ് യൂസ് ചെയ്യുന്നത്. NMR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ റേഡിയോ വേവ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ വേവ് റേഡിയേഷൻസിനെയാണ് നമ്മൾ റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോവേവ് റേഡിയേഷൻസിനെയാണ് റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോവേവ് റേഡിയേഷൻസ്, വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ IR റേഡിയേഷൻസ്, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ അൾട്രാവയലറ്റ് വിസിബിൾ റേഡിയേഷൻസ്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി, ഫോസ്ഫോറസെൻസ് സ്പെക്ട്രോസ്കോപ്പി, ഈ മൂന്നിടത്തും UV വിസിബിൾ റേഡിയേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്റേ ഡിഫ്രാക്ഷനിൽ എക്സ്റേസിനെ യൂസ് ചെയ്യുന്നു. മോസ്ബാർ സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കുന്നതാണ്. ഗാമ റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയോ വേവ്സിനെ യൂസ് ചെയ്യുന്നു. ആൻഡ് ESR സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോവേവ് റേഡിയേഷൻസിനെയുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, മൈക്രോവേവ് റേഡിയേഷൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്